ഹായ് ഫ്രണ്ട്സ്, കാമല റഷീദ് ഫാമിലി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു യാത്ര പോവുകയാണ്. യാത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദൂരെ യാത്ര, കോട്ടയത്ത് പോവുക. കോട്ടയത്ത് പോയിട്ട് ഞങ്ങൾ മോളുടെ അഡ്മിഷൻ്റെ കാര്യത്തിനായിട്ട് പോകുമായിരുന്നു. ഇപ്പോൾ രാവിലെ ഞങ്ങൾ ഒരു 8-8:30 ആയപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു. മോളെ കൊണ്ടുപോയിട്ടില്ല, ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ടായിരുന്നു പോയത്. അവിടെ ഒരു ഓഫീസുണ്ട്, അവിടെ പോയി ഞങ്ങൾ മോളുടെ അഡ്മിഷൻ്റെ കാര്യമെല്ലാം സംസാരിച്ച് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയതായിരുന്നു. ആ ഒരു പോക്ക് ഞങ്ങൾ കോട്ടയത്ത് പോയിട്ടുള്ളൂ. പിന്നെ എല്ലാം ഞങ്ങൾ കോളേജിലെ മാമുമായിട്ട് ഇവരുടെ കയ്യിൽ നിന്ന് തന്നെ ഞങ്ങൾ കോളേജിലെ മാഡത്തിൻ്റെ ഫോൺ നമ്പർ വാങ്ങിച്ചു. പിന്നെ മോളെ കൊണ്ട് വിടുന്നത് വരെയുള്ള ഡീലിങ്സ് മൊത്തം കോളേജിലെ മാഡമായിട്ടായിരുന്നു. ഈ ഓഫീസുമായിട്ട് അന്നൊരു ദിവസം ഞങ്ങൾ പോയി അഡ്മിഷൻ ഉറപ്പ് വരുത്തിയതേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ കോട്ടയത്ത് പോകാനായിട്ട് ഇറങ്ങി. അങ്ങോട്ട് പോകാറ് റോഡിലൊന്നും വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. രാവിലെ ആയതുകൊണ്ടായിരിക്കാം വലിയത്, പക്ഷേ തിരിച്ച് വരുമ്പോഴത്തേക്ക് നല്ല ബ്ലോക്കായിരുന്നു റോഡിലൊക്കെ. അങ്ങോട്ട് പോയി ഞങ്ങൾ രാവിലെ ഇറങ്ങിയതുകൊണ്ടായിരിക്കാം വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. ഇപ്പോൾ ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഒരുപാട് നാളാകുന്നു, കാരണം സമയം കിട്ടുന്നില്ല വീഡിയോസ് ഇടാൻ. പിന്നെ ഫോണ് ഭയങ്കര കംപ്ലൈൻറ്റ്, ഹാങ് ആകുന്നു. അങ്ങനെയൊക്കെ ഫോൺ എൻ്റെ കയ്യിൽ കിട്ടുന്നില്ല, എനിക്ക് സമയവും ഇല്ല. അപ്പം വീഡിയോസ് എടുക്കാനായാലും എടുത്തിട്ട വീഡിയോസ് എഡിറ്റ് ചെയ്ത് അത് അപ്ലോഡ് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടുന്നില്ല. പിന്നെ ഞങ്ങളുടെ പരവാസ്തോലിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയത് കാരണം വീഡിയോസൊന്നും എടുക്കാനും ഇടാനും ഒന്നും പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് DYFIയുടെ എന്തോന്ന് മാർച്ച് നടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അന്നേരം ആ മാർച്ച് നടന്നപ്പോഴത്തേക്കും വെറുതെ ഒരു വീഡിയോ എടുത്തതായിരുന്നു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ രാവിലെ വീട്ടിൽ നിന്നൊന്നും കഴിക്കാതായിരുന്നു പോയത്, ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ലായിരുന്നു. രാവിലെ ഒരു ചായ കുടിച്ചിട്ട് മാത്രമായിരുന്നു പോയത്. അന്നേരം ഉച്ചയ്ക്ക് ഏതെങ്കിലും ഹോട്ടലിൽ കയറി ചോറ് കഴിക്കാമെന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു പോയത്. പക്ഷേ അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് ഞങ്ങളൊരു പഴങ്കഞ്ഞിക്കട കണ്ടു. നല്ല സൂപ്പർ പഴങ്കഞ്ഞിക്കടയിൽ കയറി പഴങ്കഞ്ഞി കഴിക്കുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഒരു പഴങ്കഞ്ഞിക്കടയിൽ കയറി പഴങ്കഞ്ഞി കഴിച്ചത്. അല്ല, സൂപ്പർ ടേസ്റ്റായിരുന്നു. ഇപ്പോഴും അതിൻ്റെ ടേസ്റ്റ് വായിന്ന് പോയിട്ടില്ല. നമ്മുടെ പഴങ്കഞ്ഞിക്കടയെന്നാണ് ഈ സ്ഥലം, എനിക്ക് പറയാൻ അറിയത്തില്ല ഏത് സ്ഥലമാണെന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അവിടെ കയറി. ഞങ്ങൾ പോകുമ്പോഴത്തേക്ക് അവിടെ തുറന്നതേ ഉണ്ടായിരുന്നുള്ളൂ. തുറന്ന് അവർ അവിടെ എല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അന്നേരം ഞാൻ ആ പഴങ്കഞ്ഞിക്കടയുടെ വീഡിയോ ഒക്കെ എന്നിട്ട് ഒരു വലിയ കടയായിട്ടൊന്നുമില്ല. ഈ മുളകും കമ്പും കൊണ്ട് കുത്തിച്ചാരി വെച്ചിട്ട് നമ്മൾ വേലി കെട്ടുന്ന ഷീറ്റും ഒക്കെ മറച്ച് കെട്ടി ഒരു ഷെഡ് പോലെ ആക്കിയിട്ട് അതിനകത്ത് 3-4 ടേബിളും കസേരയൊക്കെ ഇട്ടിട്ട് ഉള്ള സജ്ജീകരണമായിരുന്നു. അപ്പോൾ ഈ പഴങ്കഞ്ഞി, മുളക് വറുത്ത് പൊടിച്ചത്, ഉണക്കമീൻ, തേങ്ങാ ചമ്മന്തി, അച്ചാർ, വൻപയർ, വറുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വൻപയർ വേവിച്ചിട്ട് മുളക് പൊടി ഇട്ട് ചിക്കി എടുത്തതായിരുന്നു. പിന്നെ പഴങ്കഞ്ഞിക്കകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചീനി, കാന്താരി മുളക് ഉടച്ചത്, തൈര്, പിന്നെ ഉപ്പ് അവർ പ്രത്യേകം കൊണ്ടുവന്ന് വെച്ച് തരുമായിരുന്നു. പഴങ്കഞ്ഞി ആകുമ്പോഴത്തേക്ക് അതിനകത്ത് ഉപ്പ് കാണത്തില്ലല്ലോ, അതിന് വേണ്ടിയിട്ട് ഉപ്പ് നമുക്ക് വേണമെങ്കിൽ ഇട്ട് കഴിച്ചാൽ മതിയായിരുന്നു. എന്തായാലും ഞങ്ങൾ അങ്ങ് പഴങ്കഞ്ഞിയൊക്കെ കഴിച്ച് കഴിഞ്ഞ് അവിടുന്ന് പിന്നെയും ഇറങ്ങി. ഞങ്ങൾ പിന്നെയും പോയി. അവിടെ പോയി ഓഫീസിൽ പോയി സംസാരിച്ചതൊന്നും ഞങ്ങൾ വീഡിയോസ് എടുത്തു, പക്ഷെ ഞാൻ ഇതിൽ ഇട്ടിട്ടില്ല. കാരണം അവർക്ക് എല്ലാവർക്കും താല്പര്യം കാണത്തില്ലല്ലോ അവരുടെ ഫേസ് ഈ പബ്ലിക്കിൽ വരുന്നതൊന്നും. ഞങ്ങൾ ഓഫീസിൽ പോയി സംസാരിക്കുന്ന വീഡിയോസ് എടുത്തു, പക്ഷേ ഇതിലൊന്നും ഇട്ടിട്ടില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു വരുന്ന വഴിയാണ് ബാക്കി വീഡിയോസ് എടുത്തത്. തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ പനന്തേങ്ങയാണെന്ന് തോന്നുന്നു, പനന്തേങ്ങയാണോ നൊങ്കാണോ അത് കണ്ടായിരുന്നു. അന്നേരം അങ്ങോട്ട് പോയപ്പോഴേ ഞങ്ങളത് കണ്ടായിരുന്നു, പക്ഷേ അത് ഞങ്ങൾ വാങ്ങിച്ചില്ലായിരുന്നു. തിരിച്ചു വരുമ്പോൾ നോക്കാമെന്ന് കരുതി പോയതായിരുന്നു. അന്നേരം തിരിച്ചു വന്നപ്പോഴത്തേക്കും അത് കാണുമെന്നുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു. എന്തായാലും തിരിച്ചു വന്നപ്പോഴത്തേക്കും അതുണ്ടായിരുന്നു. ഞങ്ങളത് വാങ്ങിച്ച് കഴിച്ചു. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ തൊലിക്ക് ചെറിയൊരു കയ്പുണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന സാധനം കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കഴിച്ചു. മക്കൾക്ക് വാങ്ങിച്ചുകൊണ്ട് ഒരാഴ്ചപ്പോഴത്തേക്കും അത് എത്തുമ്പോഴത്തേക്കും അത് വല്ലാതെ അങ്ങ് ചീത്തയായി പോയാലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ മക്കൾക്കൊന്നും വാങ്ങിച്ചില്ല. ഞങ്ങൾ രണ്ടുപേരും മാത്രം കഴിച്ചു. കാരണം കോട്ടയത്ത് വെച്ചാണ് ഞങ്ങളിത് കണ്ടത്. അന്നേരം അത് ഞങ്ങൾ രണ്ടുപേരും അത് കഴിച്ചു. അത് കഴിച്ചിട്ട് പിന്നെ തിരിച്ച് വരുന്ന വീഡിയോസൊന്നും വലുതായിട്ട് ഒരുപാടൊന്നും എടുത്തില്ല. അതിനുശേഷം പിന്നെ ഇങ്ങോട്ട് വരുന്ന വീഡിയോസൊന്നും ഞാൻ അങ്ങ് എടുത്തില്ല. ഞങ്ങൾ വരുന്ന വഴിക്ക് ആയിരുന്നു കൊലപാതക കേസ് എന്നും പറഞ്ഞുകൊണ്ടൊരു ഇത് വന്നായിരുന്നല്ലോ. ഞങ്ങൾ വരുന്ന വഴിക്ക് അത് അവിടെ
പോലീസുകാരും ഒക്കെ നിൽക്കുന്നത് ഞങ്ങൾ കണ്ടായിരുന്നു. പക്ഷെ പിന്നീടാണ് വാർത്തയിൽ അറിയുന്നത്, ഞങ്ങൾ അവിടെ വന്നപ്പോഴത്തേക്ക് അവിടെ അങ്ങനെ ഒരു സംഭവത്തിനായിരുന്നു അവിടെ പോലീസുകാരൊക്കെ നിന്നെന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.